Hello friends, welcome back to my channel Arise World. ഞാൻ ഇന്നിവിടെ KFC സ്റ്റൈൽ ചിക്കൻ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ ഇതിനു മുന്നേ 2 പ്രാവശ്യം ഈ ചിക്കൻ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ആ 2 പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് ആണ് കിട്ടിയത്. വളരെ സോഫ്റ്റ് ആയിട്ടും അറ്റ് ദ സെയിം ടൈം ക്രിസ്പി ആയിട്ടും എനിക്ക് കിട്ടി. സോ അത് കാരണം എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. സോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ KFC സ്റ്റൈൽ ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറക്കാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇനി KFC സ്റ്റൈൽ ചിക്കൻ തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതിനു വേണ്ടി 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മീഡിയം പീസ് തന്നെ നോക്കി വാങ്ങിക്കണം. അതിൽ എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ മസാലകളെല്ലാം നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. പിന്നെ റോസ്മേരി. ഈ റോസ്മേരി നമ്മൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയി ചോദിച്ചാലും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അത് ഞാനിവിടെ 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1.5 സ്പൂൺ സോൾട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഈ 2 കിലോ ചിക്കൻ്റെ ഒരു കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിനുശേഷം 1.5 സ്പൂൺ മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ്ചറിലോട്ട് ചിക്കൻ പീസസ് 1 by 1 ആയിട്ട് നമുക്കിട്ട് സോക്ക് ചെയ്ത് കൊടുക്കാം. ചിക്കൻ പീസസ് എല്ലാം ഞാനിവിടെ സോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ക്ലിംഗ് റാപ്പും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മണിക്കൂർ നമുക്ക് റെഫ്രിജറിലോട്ട് വെക്കാം. രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ആ ചിക്കൻ ഒന്ന് പുറത്തെടുത്ത് വെക്കാം. ഫ്രൈ ചെയ്യുന്ന ഒരു 1/2 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ചിക്കൻ റൂം ടെമ്പറേച്ചറിൽ വെക്കേണ്ടതാണ്. ഇനി ഈ സമയം നമുക്ക് ഡ്രൈ മിക്സ്ചർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ആണ് എടുക്കുന്നത്. പിന്നെ 1/2 സ്പൂൺ വലിയ ജീരകം എടുക്കാം. വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് ഒറിഗാനോ, അതുപോലെ തന്നെ മിക്സ്ഡ് ഹെർബ്സൊക്കെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ് മിക്സ്ചർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 എഗ്ഗ് എടുക്കുന്നുണ്ട്. അതൊന്ന് ബ്രേക്ക് ചെയ്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. സോ അത് നമ്മൾക്കൊരു പ്ലേറ്റിലോട്ടിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനെ നമുക്ക് ഈ മൈദ മിക്സറിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം.
ഇനി ഈ ചിക്കൻ പീസസ് എല്ലാം നമുക്ക് എഗ് മിക്സറിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഓട്സിൽ ഇട്ട് നല്ലപോലെ ഒന്ന് റോൾ ചെയ്ത ശേഷം ഒന്ന് മാറ്റിയെടുത്ത് വയ്ക്കാം. ബാക്കിയുള്ള ചിക്കൻ പീസസ് കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ നല്ലപോലെ കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണ നമുക്ക് അതിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് എണ്ണ ചൂടാവാൻ പാടില്ല. മീഡിയം ഹീറ്റിൽ വേണം എണ്ണ ചൂടാക്കിയെടുക്കാൻ. അതിനുശേഷം നമുക്ക് 1 by 1 ആയിട്ട് ഈ ചിക്കൻ പീസസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് പീസസ് ഇടണ്ട, ഒരു 2-3 പീസ് മാത്രം നമുക്ക് ഇട്ട് കൊടുത്ത് മീഡിയം ഹീറ്റിൽ വെച്ച ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞു. നമ്മുടെ KFC ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഇതിൽ ഞാൻ ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഈവൻ ബേക്കിംഗ് സോഡ പോലും ആഡ് ചെയ്തിട്ടില്ല. സോ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്നോട് ഷെയർ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.